Yes, good afternoon. Good afternoon, sir. Okay. Good afternoon, sir. Good afternoon. Start ചെയ്താലോ? Let us start. Okay. Ready. Okay. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും എഴുതി കഴിഞ്ഞാൽ അതിനെ സിമ്പിൾ പാസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ശരിയല്ലേ? സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ആ വാചകം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞു. ഹി വെന്റ് ടു അമേരിക്ക. ഹി സബ്ജക്റ്റ് ആണ്. ഗോ എന്നുള്ള പ്രസന്റ് ടെൻസ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. അപ്പൊ ഹി വെന്റ് ടു അമേരിക്ക എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ് സെന്റൻസ്. ഇതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒന്ന് കേൾക്കുന്നുണ്ടല്ലോ? കറക്റ്റ് അല്ലേ കാര്യങ്ങൾ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് രണ്ട് സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള സെന്റൻസുകൾ ഒന്ന് എഴുതി. സബ്ജക്റ്റ് ഉണ്ടാവണം, വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഓഫ് ദി വെർബ് ഉണ്ടാവണം. പാസ്റ്റ് ടെൻസ് ഓഫ് ദി വെർബ്. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ടെൻസ് ഓഫ് ദി വെർബ്. Subject plus past tense of the verb. They are reactive. I passed the examination, Alina. Very good. I went to church. She sang a song. Dipti. Surya, cook എന്നുള്ളതിന്റെ past tense ആണ്. Cooked. കേട്ടോ? I ate biryani. I cook biryani. Very good. Yes. ഇനി ആരെങ്കിലും? I saw a picture last Sunday. Very good. Pooja. He played cricket. Asha Vijay. Okay. I joined the class. Oh. Shifa. Yes, subject plus verb past tense വരുന്നത്. I very happy today. കുഴപ്പമില്ല. I അതിനകത്ത് വെർബ് പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് ഏതാണ് സൂര്യ? Which is the past tense of the verb? I drew a picture today. Very good. Ardra.
He ran very fast. Dipti. I reached home. Okay, Reshma. I completed my homework. Sonia. I had my lunch. Okay. Okay. I wrote a letter, Sri Lakshmi. ഓക്കെ 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 ആ അപ്പൊ നമുക്കത് നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടാകാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചാൽ ഓക്കെ വെരി ഗുഡ്. ഇനി നമുക്ക് വേണ്ടത് ഈ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് സെന്റൻസ് ആണ് നോക്കുക. സിമ്പിൾ പാസ്റ്റ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഡിഡ് കഴിഞ്ഞതിന് ശേഷം ഡിഡ് എന്ന വാക്കിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥമാണ് കിട്ടുക. ഒരു എക്സാമ്പിൾ പറയാം. ഐ ഹാഡ് ടി. ഓക്കെ, അതിന് ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് എന്ന വെർബ് ഉപയോഗിച്ചാൽ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടും. എക്സാമ്പിൾ പറയാം. ഗോ പ്രസന്റ് ടെൻസ് ആണ്. ആ ഗോ എന്ന് പറയുന്ന വേർഡിന്റെ മുന്നിൽ ഡിഡ് നമ്മൾ ചേർക്കുകയാണ്. ഡിഡ് ഗോ, ദാറ്റ് ഈസ് വെന്റ് എന്നാണ്. ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസിന്റെ മീനിങ് ആണ് കിട്ടുന്നത്. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്. ആ ടേക്ക് എന്നുള്ളതിന്റെ കൂടെ മുമ്പിൽ നമ്മൾ ഡിഡ് ചേർക്കുകയാണ്. അപ്പൊ ഡിഡ് ടേക്ക് എന്ന് പറയുമ്പോൾ എന്ത് വരും? ടുക്ക് എന്നർത്ഥം വരും. അപ്പോൾ അത് എപ്പോഴും ഓർത്തിരിക്കുക. ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി. പാസ്റ്റ് ടെൻസിന്റെ മീനിങ് ആണ് കിട്ടുക. ഓക്കെ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് തുടങ്ങാം. അപ്പോ അവൾ പോയി എന്ന് പറയുമ്പോൾ ഷീ വെന്റ് എന്ന് പറയും. അവൾ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഷീ ഡിഡ് നോട്ട് ഗോ എന്ന് പറഞ്ഞാൽ മതി. പോയിട്ടില്ല എന്ന് അർത്ഥം വരും. കാരണം ഡിഡ് ഇല്ലെങ്കിൽ പിന്നെ പാസ്റ്റ് ടെൻസ് പറയേണ്ട, പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ മതി. ഷീ ഡിഡ് നോട്ട് ഗോ, അവൾ പോയിട്ടില്ല. നിങ്ങൾ വന്നിട്ടില്ല, യു ഡിഡ് നോട്ട് കം. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഐ ഡിഡ് നോട്ട് സ്ലീപ്. അവൾ വിളിച്ചിട്ടില്ല, ഷീ ഡിഡ് നോട്ട് കോൾ. ഞാൻ എഴുതിയിട്ടില്ല, ഐ ഡിഡ് നോട്ട് റൈറ്റ്. നിങ്ങൾ കണ്ടിട്ടില്ല, യു ഡിഡ് നോട്ട് സീ. ഉണ്ടോ? അപ്പോ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് സെന്റൻസ് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചേർക്കുക? ഡിഡ് നോട്ട് ചേർക്കുക. ഡിഡ് ഉണ്ടെങ്കിൽ പിന്നെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കരുത്, പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ. അത് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ കുറച്ച് ഡിഡ് നോട്ട് വെച്ചൊരു സെന്റൻസ് ഒന്ന് എഴുതി. ഡിഡ് നോട്ട് വരുന്ന വാചകങ്ങൾ എഴുതി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ. ഐ ഡിഡ് നോട്ട് കുക്ക് ഫുഡ് ടുഡേ. ഇന്ന് ഞാൻ ഭക്ഷണം പാകം ചെയ്തിട്ടില്ല. ഐ ഡിഡ് നോട്ട് ടേക്ക് ബാത്ത്. ഞാനിന്ന് കുളിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിയോ. ഡിഡ് നോട്ട് വന്നൊന്നും വന്നുള്ളൂ. I did not do that. Deepthi, കൊള്ളാം. I did not go to church today. Asha, okay. I did not watch TV. I did not take rest today. Oh, Shifa. I did not eat lunch. Take lunch എന്ന് പറഞ്ഞാലും മതി. Farida. I did not read books today. I did not go to parents meeting today. Reshma, I did not do my duties. I did not create any problem like that. ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല. I did not play cricket. I did not watch TV today. I did not wash my clothes today. I did not write today. അതിന് I did not study today. Sandhya. I did not watch TV today. Safina. I did not watch TV today. I did not meet her. I did not go to market today. I did not read today. I did not go to school. Suni.
യെസ്. അപ്പൊ നിങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ആദ്യം ഐ ഡിഡ് നോട്ട് എന്നത് ഔട്ട്സൈഡ് ഉണ്ട്, പക്ഷെ ഗോ ഔട്ട്സൈഡിനകത്ത് വെർബ് വന്നിട്ടില്ല. ഐ ഡിഡ് നോട്ട് ഗോ ഔട്ട് ടുഡേ. I did not eat my lunch yet. Very good. I didn't use phone today. Srilakshmi. They did not come yet. Deepthi. Okay. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി. I did not chat with friends. അതില്ല. ഓക്കെ. അപ്പൊ ഡിഡ് നോട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് വേണ്ടത് അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഐ ഡിഡ് നോട്ട് ഗോ ടു ടെമ്പിൾ ടുഡേ. ഓക്കെ, അമൃത. നമുക്ക് വേണ്ടത് അവൾ വന്നിട്ടില്ല. ഷീ ഡിഡ് നോട്ട് കം. അവൾ വന്നോ എന്നാണ് വിചാരിച്ചത്. ഞാൻ അത് മാറ്റുകയാണ്. അത് ചോദ്യമാണ്, ക്വസ്റ്റ്യൻ ആക്കിയത്. സിമ്പിൾ പാസ്റ്റിന്റെ തന്നെ ചോദ്യം. നിങ്ങൾ എടുത്തോ, അവൾ വന്നോ, അവർ വിളിച്ചോ, ഇതൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഈ അവൾ വന്നോ എന്ന് എഴുതുമ്പോൾ അവൾ വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ എഴുതിയത് ഷീ ഡിഡ് നോട്ട് കം എന്നാണ്. അത് ഞാൻ നോട്ട് അങ്ങോട്ട് കളയുക. കളഞ്ഞിട്ട് ഡിഡ് ആദ്യം പറയുക. അപ്പൊ എന്താ പറയും? ഡിഡ് ഷീ കം? അവൾ വന്നോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഡിഡ് യു സ്റ്റഡി? നിങ്ങൾ വായിച്ചോ? ഡിഡ് യു ഗിവ്? നിങ്ങൾ നൽകിയോ? ഡിഡ് യു റീഡ്? നിങ്ങൾ പഠിച്ചോ അല്ലെങ്കിൽ വായിച്ചോ? ഡിഡ് ദേ കം? അവർ വന്നോ? ഡിഡ് ദേ സെൽ? അവർ വിറ്റോ? അപ്പൊ ഡിഡ് കഴിഞ്ഞതിന് ശേഷം നോട്ട് കളഞ്ഞിട്ട് ഡിഡ് ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? ചോദ്യമായിട്ട് മാറുന്നു. ചോദ്യം. അപ്പൊ നിങ്ങൾ ഡിഡ് ഉപയോഗിച്ചോടെ എന്തെങ്കിലും ഒരു ചോദ്യം എന്നോട് ചോദിച്ചേ. ഡിഡ് ഉപയോഗിച്ചുള്ള എന്തെങ്കിലും ഒരു ചോദ്യം. ഡിഡ് യു ഹാവ് ലഞ്ച്? യെസ്, ഐ ഹാഡ് മൈ ലഞ്ച്. ഓക്കെ. ഡിഡ് ദേ കം? ഡിഡ് ഷീ ഗോ എന്ന് പറയുമ്പോൾ റീന ഗോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയി പോയി. ഡിഡ് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് വരാവും. ഡിഡ് ഉള്ള വാചകത്തിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണം. യെസ്. ഓക്കെ. ഡിഡ് യു റീഡ്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടിയത് സോണിയ. ഡിഡ് യു ടേക്ക് റെസ്റ്റ് ടുഡേ? ഡിഡ് യു ഈറ്റ്? ഡിഡ് ഹി കം? ഡിഡ് യു റൈറ്റ്? ഓക്കെ, അതുല്യ. ഡിഡ് ഷീ ഗോ? ഡിഡ് യു റീഡ്? സോണിയ. ഡിഡ് യു ലൈക്ക് ബുക്സ്? ഡിഡ് യുടെ ഹാഡ് വരില്ല, ഹാവ് ആണ് കേട്ടോ. ഹാഡ് പാസേഴ്സ് ആണ്. ഡിഡ് യു ടേക്ക് റെസ്റ്റ്? ഡിഡ് യു റീഡ് ന്യൂസ് പേപ്പർ? ഡിഡ് യു മീറ്റ് ഹെർ? ഓക്കെ. Did you do that? Did you play? Did you watch TV? Did you use phone? Did you like sweets? Pooja. Okay. Did you walking അല്ല, വാക്ക് മതി. സ്വിമ്മിങ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് walking. Did you answer the question? Very good. Did you like to read? Did you watch the news? Did she call us today? Okay. അപ്പൊ അത് ഓക്കെ, റെഡിയാണ്. ഓക്കെ. അപ്പൊ ഡിഡ് വെച്ചുള്ള വാചകം നിങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ സിമ്പിൾ പാസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സിമ്പിൾ പാസ്റ്റ് നമ്മൾ പറഞ്ഞത്, ഡിഡ് യു മിസ് മീ? ഓ, വെരി ഗുഡ്. 2 ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടുന്നുണ്ട്. സിമ്പിൾ പാസ്റ്റ് നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. അത് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഡിഡ് നോട്ട് ഉപയോഗിക്കുക. അത് ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് ഡിഡ് ആദ്യം ഉപയോഗിക്കുക, നോട്ട് കളയുക. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ചത് 2 ടെൻസിനെ കുറിച്ചാണ്. ഒന്ന് സിമ്പിൾ പ്രസന്റ് പറഞ്ഞു, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്.
അപ്പൊ ഇത് രണ്ടും മനസ്സിലായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്തതിലോട്ട് പോവുകയാണ്. അടുത്തത് സിമ്പിൾ ഫ്യൂച്ചറാണ്. സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ അതൊന്ന് ഹെഡിങ് എഴുതി വെച്ചേ. സിമ്പിൾ ഫ്യൂച്ചർ, SIMPLE, സിമ്പിൾ, FUTURE, ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ, SIMPLE, സിമ്പിൾ, FUTURE, ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, ഒരു വാചകം വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതാണ് നമ്മളോട് നോക്കുന്നത്. അപ്പൊ ആദ്യം സബ്ജക്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എസ് പ്ലസ് വിൽ ഓർ ഷാൽ. വില്ല് ഒരു സ്ലാഷ് ഷാൽ, വിൽ ഓർ ഷാൽ, WILL, വിൽ ഒരു സ്ലാഷ് ഒരു വര, അത് കഴിഞ്ഞതിന് ശേഷം ഷാൽ, SHALL, വിൽ ഓർ ഷാൽ. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് പിന്നെ അടുത്ത് വേണ്ടത് പ്ലസ് വെർബ് വി. വെർബ് വി, വെർബ്. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് PRESENT, പ്രസന്റ് ബ്രാക്കറ്റ് കൊടുക്കുക. PRESENT, പ്രസന്റ്. ഓക്കെ, ഇനി അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന വാചകത്തിന് സബ്ജക്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം വില്ലോ ഷാലോ ഉണ്ട്, ഉണ്ട്, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ. ഇതിൽ ഭാവി കാലത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത്, വരാൻ പോകുന്ന കാലത്തെ കുറിച്ച് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റ് ടെൻസ്, ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പോ ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും വി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും ഷാൽ ഉപയോഗിക്കുക. ഐ ഷാൽ, വി ഷാൽ. ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും വി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും ഷാൽ ഉപയോഗിക്കുക. നമ്മൾ ഈ വോളിബോളൊക്കെ കളിക്കുമ്പോഴേ ഒരു പന്ത് കട വരുമ്പോൾ ഒരു കോർട്ടിൽ നിൽക്കുന്ന രണ്ടുപേരും ഒരുമിച്ച് അത് എടുക്കാനായിട്ട് ചില ഒരാൾ പറയും ഐ ഷാൽ എന്ന് പറയും. ഐ ഷാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഷാൽ ടേക്ക് ദ ബോൾ, ഞാൻ എടുത്തോളാം, നീ വരണ്ട എന്നാണ് പറയുന്നത്. ഐ ഷാൽ ടേക്ക് ദ ബോൾ. അപ്പൊ അത്രയൊക്കെ പറഞ്ഞെത്താൻ പറ്റൂല. അതിന് മുമ്പ് ഒരു പറയും ഐ ഷാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഐ ഷാൽ പറയുന്നവനെ ബോൾ എടുക്കാനായിട്ട് വിട്ടുകൊടുക്കും. ഓക്കെ. അപ്പൊ ഐയുടെ കൂടെ ഷാൽ ഉപയോഗിക്കുക. അത് ഐയുടെ പ്ലൂറലാണ് വി, ഞങ്ങൾ. അതിന്റെ കൂടെ ഷാൽ ഉപയോഗിക്കുക. ഐ ഷാൽ ആൻഡ് വി ഷാൽ. അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ പറഞ്ഞു. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബിന്റെ പ്രസൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു? ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയാം. ഐ വിൽ സ്റ്റഡി, ഞാൻ പഠിക്കും. ഐ വിൽ ഡു ദാറ്റ്, ഞാനത് ചെയ്യും. ഐ വിൽ റീഡ് ന്യൂസ് പേപ്പർ ടുമാറോ, നാളെ ഞാൻ പത്രം വായിക്കും. ഐ വിൽ ഗോ ടു ചർച്ച് ടുമാറോ, നാളെ ഞാൻ പള്ളിയിൽ പോകും. ഐ ഗോ ടു ടെമ്പിൾ ടുമാറോ, നാളെ ഞാൻ അമ്പലത്തിൽ പോകും. ഉണ്ടാവും. അപ്പൊ ഐ കഴിഞ്ഞതിന് ശേഷം വില്ലല്ലെങ്കിൽ ഷാലില് ഐ ഷാൽ എന്ന് ഉപയോഗിക്കുക, ബി ഷാൽ എന്ന് ഉപയോഗിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഓഫ് വെർബും പറയാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഐ ഷാൽ ഗോ ടു സ്കൂൾ ടുമാറോ, അമൃത. ഓക്കെ. നിങ്ങൾ വില്ല് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഷാൽ ഉപയോഗിച്ചിട്ട് വരുന്ന ഒരു വാചക രീതി. I will make a cake tomorrow. Oh, very good. I will make a cake tomorrow. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാം, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നു പറഞ്ഞേ? I shall write a letter. I shall go to my home tomorrow. We shall move. I shall go to temple. I will go to market. She will cook. I will cook biryani tomorrow. അത് I know how to make a cake. That is more better. I will make. എനിക്ക് എങ്ങനെ കേക്ക് ഉണ്ടാക്കണമെന്ന് അറിയാം. That is correct.
Okay. Okay, I will make cake. Elena, I will make cake. I will make cake. I will draw this picture tomorrow. I will go to school. Naushida, she will make me more happy. Very good. I will go to market tomorrow. I shall leave. I will make biryani. I will play cricket tomorrow. Okay. Will you I will join the interview tomorrow. I will attend the I will join the class on Monday. I will read the book. I will go to Dubai tomorrow. I will make more better. They will come tomorrow. Yes. Okay. ഇനി ഞാൻ നിങ്ങളോട് 2-3 വാചകം ആരെങ്കിലും ഒരാൾ പറയുക. വേറെ ഒന്നുമല്ല, നിങ്ങൾ നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതായത് ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, നടന്നില്ല, പക്ഷെ നാളെ ഞാൻ എന്തായാലും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലുള്ള 1-2 സംഭവം ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് തുടങ്ങി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എന്ന് നിങ്ങൾ വെളുപ്പിന് അതിരാവിലെ 8 മണിക്കാണ് എഴുന്നേൽക്കുന്നത്, നാളെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേൽക്കും. ടുമാറോ ഐ വിൽ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. നാളെ ഞാൻ 6 o'clock 6 മണിക്ക് എഴുന്നേൽക്കും. ഐ വിൽ ടേക്ക് ദ ബാത്ത്. ഞാൻ കുളിക്കും. അത് കഴിഞ്ഞതിന് ശേഷം then I will go to my friend's house. ഞാൻ എൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോകും. We will talk for half an hour. ഞങ്ങളൊരു അരമണിക്കൂർ അവിടെ നിന്ന് സംസാരിക്കും. I shall come back to home at 9 AM. I will decide. Decided past tense ആയി കേട്ടോ. Fatima present tense. Billy കഴിഞ്ഞാൽ present tense. Okay. I will wake up early morning tomorrow. Okay. അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങളൊരു അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യുമെന്ന് തീരുമാനിക്കുന്നതാണ്. അതൊന്ന് ഇംഗ്ലീഷിൽ പറയാമോ ആർക്കെങ്കിലും? എഴുന്നേൽക്കുന്ന സമയം മുതൽ ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങൾ വേണ്ട, വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. യെസ്, എഴുതാൻ നിങ്ങൾ വിളിക്കുകയും എടുക്കുമ്പോഴും ഒക്കെയാണ്. ആരെന്ന് പറയാം? സർ ഞാൻ പറയാം. യെസ്, വെരി ഗുഡ്. ഷിഫ. I will get up 6 o'clock. അപ്പൊ ഷിഫക്കാണ് സമയം കുറച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ളത് മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെച്ചിട്ട് ഷിഫ കഴിയുമ്പോഴേക്കും പറയാനായിട്ട് റെഡിയാവാം. I will get up at 6 o'clock. And I will make breakfast for my child. Okay, I will make breakfast for my child. And I will. I shall bath. I shall take my bath. Okay. I shall take my bath and clean my. I shall clean my house. I shall take my class. I shall attend by the class. Okay. That is all. Okay, very good. Shifa. Okay. ആദ്യം അവിടെ വരാനായിട്ടുള്ള ധൈര്യം കാണിച്ചതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓക്കെ. അടുത്ത ആളാരാ പറയുന്നത്? സൂര്യനാ? നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. മക്കളെ ആരെങ്കിലും ഒരാൾ വാ. നാളെ നിങ്ങൾ ചെയ്യാം. ഒരു ഐ ഷാൽ പിന്നെ എന്താ ചെയ്യാൻ പോകുന്ന കാര്യം മാത്രം പറഞ്ഞാൽ പോരെ? അറുപത്തേഴ് പേരിൻ്റെ അകത്ത് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ല, ഒരാൾ വന്നു. അടുത്ത ആള് ടെസ്റ്റ്. അടുത്ത ആരാ? യെസ്, വെരി ഗുഡ്. ആരാണ്? ദീപ്തി അല്ലേ?
Okay, carry on. I'll wake up at 6 o'clock. I will wake up at 6 o'clock. Very good. Then I'll do my morning routine. I will do my morning duties. Okay. Then I'll cook for my family. I will cook food for my family. Okay. Then I'll clean my house. I will clean my house. Okay. Then I'll attend my online class. Then I will attend the morning. At 10:30 a.m. I will attend the morning class. Okay. Then I'll go to pick up my son Then I from will school. go to pick up my son. Okay. Evening, I'll make tea for him. English വന്നില്ലട്ടോ എന്റെ ഇടയ്ക്ക് വിട്ടുപോയി. In the evening, I will make tea for the family. Okay. Where is that? Anything? No, sir. Okay. Very good. അപ്പൊ ഈവനിങ് വരെ എത്തി. കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. Okay. Who is next? സർ ഞാൻ പറയാം. Very good. First, അല്ലേ? Yes. അതെ. Yes. Okay. Very good. Tomorrow I will wake up at 6 o'clock. Very good. And I take my bath and I shall cook breakfast and food. Okay. And I will attend my class at 1:30. Okay. And I shall went to pick up my child. Okay. That's all. That is all. Very good. കുറച്ചുകൂടി സമയം കിട്ടി കഴിയുമ്പോൾ കുറച്ചുകൂടി പ്രിപ്പയർ ആയി. വെരി ഗുഡ്. ഓക്കെ. ഇനി അടുത്തത് സാറേ ഞാൻ പറയാം. വെരി ഗുഡ്. റീന പറഞ്ഞോളൂ. I will wake up before 6 o'clock tomorrow. വെരി ഗുഡ്. എല്ലാവരും I shall routine my morning work. I will go to temple with my cousin. Okay. After I shall leave my office duty. Okay. Very good. Who is next? ആരെങ്കിലും നിങ്ങൾ നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് ഇംഗ്ലീഷിൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു ടുമോറോ? ആതിര പറയൂ. ആതിര വെറുതെ വന്നു പോയതാണ്. സാർ ഞാൻ പറയാം. Yes, very good. I will wake up 6 o'clock and Okay. I go to bathing. Then cooked breakfast. I will cook അല്ലെങ്കിൽ ഷാൽ കുക്ക് എന്നാണ്. കുക്ക് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആയിട്ട് നമുക്ക് ബില്ല് അല്ലെങ്കിൽ ഷാല് കയറണം എല്ലായ്പ്പോഴും. പറഞ്ഞു. I will cook the breakfast. And children are put in school. Then I starting a cleaning. I will start the cleaning work. Okay. Then attend the class 1:30 and picked my child 3:30. Okay. I will attend the class 1:30. Then after that I will pick my children from school. Okay. ബില്ല് ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകണം. കുഴപ്പമില്ല. ഓർമ്മ ഉണ്ടായാൽ മതി. അങ്ങ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും ബില്ല് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി ആരെങ്കിലും? അപ്പോ തത്സമയം ഞാൻ ഇങ്ങനെ പറയൂ എന്ന് പറയുമ്പോഴായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു മാനസികമായ പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വാക്കുകൾ കറക്റ്റ് കിട്ടിയില്ലെങ്കിലോ വിഷമിച്ചാലോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം. അത് അടുത്ത വ്യാഴാഴ്ച വരുമ്പോൾ നിങ്ങളത് തയ്യാറാക്കിയാൽ മതി. നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ, അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു റിവ്യൂ നിങ്ങൾ മനസ്സിൽ തയ്യാറാക്കി വെക്കുക. അത് അടുത്ത ആഴ്ച മുഴുവൻ പറഞ്ഞാൽ മതി. നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. മൈ ഫേവറേറ്റ് ഫിലിം ഞാൻ പറയുന്നത് ചെമ്മീൻ.
അതാണ് എൻ്റെ ഫേവറേറ്റ് ഫിലിം. ദ ഹീറോ ഓഫ് ദി ഫിലിം ഈസ് സത്യൻ. ദ ഹീറോയിൻ ഈസ് ഷീല. I like the film because the story is based on the story of fishermen. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകൾ, ഞാനിപ്പോൾ പഴയത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണോ അതിനെക്കുറിച്ച് നിങ്ങൾ റിവ്യൂ തയ്യാറാക്കുന്നു. അടുത്ത പ്രാവശ്യം അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നു. ഇത് വേറെ ആളുകളോട് ആരോട് ചോദിക്കൊന്നും വേണ്ട. കാരണം അവരോട് ചോദിച്ച് ആ കഴിവല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആലോചിക്കുക. തെറ്റുണ്ടെങ്കിൽ തെറ്റിക്കോട്ടെ, നമുക്കത് കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് നിങ്ങൾ എഴുതുക. നമുക്ക് തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകാം. അപ്പൊ എന്ത് പറയുന്നു? അടുത്ത പ്രാവശ്യം അപ്പൊ ഇപ്പോ ഒരാഴ്ച സമയം കിട്ടുന്നു. ഓക്കെ അല്ലേ? വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്. ശരി. അപ്പൊ അടുത്ത പ്രാവശ്യം തകർക്കണം കേട്ടാ. ഓരോരുത്തർ അടിപൊളിയായിട്ട് പറയാനായിട്ട് റെഡിയാക്കണം. ഓക്കെ, ഒരു 5-6 സെന്റൻസ്, അത് കൂടുതൽ പറയാൻ പറ്റി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 6-7 സെന്റൻസുകൾ പറയുക. ഓക്കെ. ഇനി ഇതേപോലെ പറയാൻ പറ്റിയ വേറെ സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചു, വിഷയങ്ങൾ കണ്ടുപിടിച്ചു. എല്ലാവർക്കും പറയാൻ പറ്റുന്ന ടൈപ്പുള്ള വിഷയങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ളത് പറയുന്നേക്കാൾ നല്ലത് നിങ്ങൾക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ആയി ഇന്ന വിഷയമായി എനിക്ക് കുറച്ചുകൂടി കൂടുതൽ പറയാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ വിഷയം നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് എല്ലാവർക്കും കൂടി ആ വിഷയം നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറഞ്ഞു. അപ്പൊ ബില്ല് അത് കഴിഞ്ഞതിന് ശേഷം ഷാല് അത് കഴിഞ്ഞതിന് ശേഷം വെറുതെ പ്രസന്റൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. ഇനി അതിന്റെ തന്നെ നെഗറ്റീവ് നമുക്ക് എഴുതുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ പോകുന്നാണെങ്കിൽ ഐ ഷാൽ ഗോ എന്ന് പറയാം. ഞാൻ പോകില്ലെന്നാണെങ്കിലോ അതിന്റെ കൂടെ ഒരു നോട്ടും കൂടി ചേർക്കാം. ഐ ഷാൽ നോട്ട് ഗോ. ഞാൻ എടുക്കില്ല അല്ലെങ്കിൽ ഐ ഷാൽ നോട്ട് ടേക്ക്. നിങ്ങൾ വരില്ല, യു വിൽ നോട്ട് കം. അപ്പൊ വിൽ കം എന്ന് പറഞ്ഞാൽ വരും, വിൽ നോട്ട് കം എന്ന് പറഞ്ഞാൽ വരില്ല. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, നെഗറ്റീവ് സെന്റൻസ് എഴുതാൻ വേണ്ടിയിട്ട് വില്ലിന്റെ മുന്നിൽ എന്ത് ചെയ്യണം? ഒരു നോട്ടും കൂടി ചേർക്കാം. വിൽ നോട്ട് കം. ഓക്കെ, അപ്പോ വിൽ നോട്ട് വെച്ച് നമ്മൾ ഒന്ന് സെന്റൻസ് എഴുതി. വിൽ നോട്ട് അല്ലെങ്കിൽ ഷാൽ നോട്ട്. I will not come tomorrow. They will not come. I won't do that. Okay. Shifa will കഴിഞ്ഞ present ing ചേർക്കണ്ട, tell മതി. I will not play. I will not cook tomorrow. I will not go to work tomorrow. I will not go to market. Naushida. I will not. Adira. I will not watch TV. ING continuously. I shall not play football. I will go to office. I will not wear sari. I will not attend the class. I will not go to tomorrow. I will not to my class. I will not attend the class. I shall not wake up. I will not attend the class. I will not attend the class. I will not come tomorrow. I will not come tomorrow. I will not eat food. Sridevi. I will not go to my class. Sandhya. I will not tell lie. Very good. I will not tell lie. ഈ പറഞ്ഞതിന് തോന്നുന്നുണ്ടോ? I will shall not come without you. Okay. I will not take my. I won't tell her. Okay, Shifa. Okay, keep it up. Very good. Varda. I will not see film for him. I will not see film. Okay. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു. Okay, I will not meet him. Okay. I will not meet him. I will not drink cool water. Okay. Yes. നോക്കാം. ഇനി നമുക്ക് ഇത് തന്നെ ഒരു ചോദ്യമാക്കി മാറ്റുന്ന ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം. അപ്പോ അവൾ വരുന്നതാണെങ്കിൽ ഷീ വിൽ കം, അവൾ വരില്ല എന്നാണെങ്കിൽ ഷീ വിൽ നോട്ട് കം.
ഇനി അവൾ വരുമോ എന്നാക്കണമെങ്കിൽ ആ നോട്ട് കളഞ്ഞിട്ട് വിൽ അല്ലെങ്കിൽ ഷാൽ, അത് ആദ്യം പറഞ്ഞാൽ മതി. വിൽ ഷീ കം, അവൾ വരുമോ. നിങ്ങൾ ഉറങ്ങുമോ, വിൽ യു സ്ലീപ്. നിങ്ങൾ പഠിക്കുമോ, വിൽ യു സ്റ്റഡി. നിങ്ങൾ വിളിക്കുമോ, വിൽ യു കോൾ. നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമോ, വിൽ യു കുക്ക് ഫുഡ്. ഫാത്തിമ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. വിൽ യു കം, ക്വസ്റ്റ്യൻ മാർക്ക്. വിൽ യു മേക്ക് ഡിന്നർ, വിൽ ദേ കം. വിൽ യു കം ഹിയർ, വിൽ യു കീപ് ക്വയറ്റ്. വെരി ഗുഡ്. വിൽ യു കീപ് ക്വയറ്റ്. വിൽ യു കം വിത്ത് മീ ചർച്ച്. ഷാൽ യു ഗോ. Yes. Will you choose that thing? Will you married അല്ല, will കഴിഞ്ഞാൽ present tense. Marry, M-A-R-R-Y മതി. Will you sing song? Will you do that? Will you come with my home? Will you dream? Will you sing a song? Will you go to market? Will you drink coffee? Will you be ready? Will you married അല്ല, marry എന്നാണ്. Will you marry, അതെ, marry. Will you win? Will you marry me? Will you agree with me? Okay. Agree with a person to a thing, മറക്കണ്ട. ഇത് കറക്റ്റ് ആണ്. Will you invite me to your wedding? Will you അതിന് വെറുതെ വന്നിട്ടില്ലല്ലോ. Shall I close the door? Okay, very good. Will you call me tomorrow? Okay. Will you take my bag? Okay. Will you know him? Okay, very good. Shall we make a move? Oh, very good. Shall you go now? Will you meet next Sunday? Okay. അപ്പൊ അത്രയും പറഞ്ഞ് കഴിഞ്ഞു. ഈ നിങ്ങൾ നേരത്തെ എഴുതിയത് പല സ്ഥലത്തായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിനി തൽക്കാലത്തേക്ക് 3 ടെൻസ് കഴിഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. തൽക്കാലത്തേക്ക് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പാസീവ് വോയിസിനെ കുറിച്ച് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി 6 കുറിച്ച് നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയാം. എപ്പോഴും ഈ ടെൻസിനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ട് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമുക്ക് ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് മാറ്റി പിടിക്കാം. അപ്പൊ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് പല സ്ഥലത്തായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഒന്നുകൂടി പറയുന്നത്. സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആയിരിക്കും. സിമ്പിൾ പാസ്റ്റ് വിൽ യു സ്മോക്ക് എന്ന് പറയും, ഐ കള. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ്. അപ്പോൾ ഒരു സെന്റൻസ് കാണുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ശരി ഫാത്തിമ. ഐയുടെ കൂടെയും അതിനോടൊപ്പം തന്നെ വിയുടെ കൂടെയും ഷാൻ ഉപയോഗിക്കാം. ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് കുറച്ച് കാര്യങ്ങൾ പോകെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സെന്റൻസ് കാണുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആണോ, സിമ്പിൾ പാസ്റ്റ് ആണോ, സിമ്പിൾ ഫ്യൂച്ചർ ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസും ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റൻസും ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റും വില്ല് അല്ലെങ്കിൽ ഷാല് പിന്നെ വെർബിന്റെ പ്രസന്റൻസും ആണെങ്കിൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ അത് ക്ലോസ് ചെയ്തിട്ട് വേറെ തലത്തിലോട്ട് മാറുകയാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ. ഇനിയിപ്പോ പെട്ടെന്ന് നോക്കിയിട്ട് സംശയം തോന്നുന്നില്ല എങ്കിലും പിന്നീട് നോക്കിയിട്ട് ഒന്ന് സംശയം പറഞ്ഞാലും മതി. ഓക്കെ, അപ്പൊ നമുക്കത് ലീവ് ചെയ്യാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ഒരു പാസീവ് വോയിസിന്റെ ഫോമാണ്. കുറച്ചുകൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പോ രാമൻ പാമ്പിനെ കൊന്നു എന്ന് ഞാൻ പറയും. രാമൻ പാമ്പിനെ കൊന്നു. നിങ്ങൾ ആ വാചകം തിരിച്ചും കൂടി പറയാം. തിരിച്ചും കൂടി പറയുമ്പോൾ ആദ്യത്തെ വാക്ക് പാമ്പെന്നായിരിക്കണം. രാമൻ പാമ്പിനെ കൊന്നു എന്നുള്ള അർത്ഥം കിട്ടാൻ വേണം. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ആദ്യത്തെ വാചകം പാമ്പെന്നായിരിക്കും.
പറഞ്ഞു. ആദ്യത്തെ വേർഡ് പാമ്പ് നൽകും. എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോ, വാട്ട് എവർ ഇറ്റ് മേ ബി, കുഴപ്പമില്ല. യെസ്, ഞാൻ ഒന്നുകൂടി പറയാം. പാമ്പിനെ രാമ കൊന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഫാത്തിമ. ഓക്കെ. സ്നേക്ക് കിൽഡ് ബൈ, പാമ്പിനെ രാമൻ കൊന്നു. പാമ്പിനെ രാമൻ നല്ലൊരു ഭംഗിയുള്ളൊരു വാക്ക് ആരും വന്നില്ലല്ലോ. ഓക്കെ 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 ഓക്കെ, എഴുതിയിട്ടുണ്ട്. നമുക്ക് വേറെ പറയാം. ഷൈമ വന്നിട്ടുണ്ട്. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. യെസ്, വെരി ഗുഡ്. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. സംഭവം അത് തന്നെ. ഇത് തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ പെടുന്നത് മാത്രമേ. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് ശരിയായി. ഷിബ ഓക്കെ 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 ഓക്കെ. ഇനി ഇതില് ഒരു നിയമമുണ്ട്. ഓക്കെ ഓക്കെ, ശരി സോണിയ. ഓക്കെ സോണിയ, ഓക്കെ. അത് നോക്കട്ടെ. ഞാനിവിടെ ഒരു വാചകം എഴുതിയാണ്. നിങ്ങൾ ആ വാചകം ഒന്ന്, ഐ ഡ്രിങ്ക് ടീ. ഐ ഡ്രിങ്ക് ടീ. ഐ ഡ്രിങ്ക് ടീ. ഐ ഡ്രിങ്ക് ടീ. ഓക്കെ. അപ്പോ നിങ്ങൾ നോക്കി, ഐ സബ്ജക്റ്റ് ആണ്, ഡ്രിങ്ക് കുടിക്കുന്നു, ടീ ചായ. ഇത് ഏത് ടെൻസായിരുന്നത് പറയാമോ? ഏത് ടെൻസിലാണ്? ഞാൻ 3 ടെൻസ് പഠിപ്പിച്ചതിൽ ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയാമോ? സിമ്പിൾ പ്രസന്റ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സിമ്പിൾ പ്രസന്റ്. എങ്ങനെ മനസ്സിലായി നമുക്ക് പറയാം. ഓക്കെ ഓക്കെ, സിമ്പിൾ പ്രസന്റ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ശരി, വെരി ഗുഡ് വെരി ഗുഡ്. ഷിഫ ഓക്കെ. അശ്വതി ഓക്കെ ഓക്കെ. പാർസൽ ഓക്കെ. സിമ്പിൾ പ്രസന്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലായത്. സബ്ജക്റ്റ് ഐ ആണ്. ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രസന്റ് ടെൻസോട് വെർബാണ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഐ സബ്ജക്റ്റ് ആണ്, ഡ്രിങ്ക് വെർബാണ്, ടീ എന്നുള്ളത് ഓബ്ജക്റ്റ് ആണ്. എന്ത് കുടിക്കുന്നു? ഓബ്ജക്റ്റ്. ചായ കുടിക്കുന്നു, ചായ. ഇപ്പൊ പാസീവ് വോയിസിലോട്ട് നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിലെ ഓബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഓബ്ജക്റ്റ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വാചകത്തെ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ആദ്യം തന്നെ ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചു. എന്താണ്? ടീ. എന്ത് കുടിച്ചു? ചായ കുടിച്ചു. ഓബ്ജക്റ്റ് ആദ്യം എഴുതുക, ടീ. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആർ. ഈസ്, ആം, ആർ, ഏതെങ്കിലും ഒന്ന്. ഈസ് അല്ലെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞു തരട്ടെ, എഴുതിയെടുക്കാൻ ഞാൻ വേറെ പറഞ്ഞു തരാം. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. അപ്പൊ ഏത് എഴുതാൻ നമുക്ക്? ടീയുടെ കൂടെ ഏത് വരും? ഈസ് വരും. അപ്പൊ ടീ ഈസ്. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ വേണ്ടത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫോം, V3. ഡ്രിങ്ക് ആണ് ഇവിടുത്തെ വെർബ്. ആ ഡ്രിങ്കിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഡ്രാങ്ക്, TRANK. സുനി പറഞ്ഞത് ശരിയാണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ തേർഡ് ഫോം DRUNK, ഡ്രാങ്ക്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ടീ ഈസ് ഡ്രാങ്ക്. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ ആ ഐ എന്നുള്ളത് അങ്ങോട്ട് മാറ്റി തരുമ്പോ മീന്നാക്കി മാറ്റണം. അതിന് തൊട്ട് മുഴുവൻ പയ്യും കൂടി ചേർപ്പോ ടീ ഈസ് ഡ്രങ്ക് അത്ര എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ ട്രീ ഈസ് ഡ്രങ്ക് ബൈ മീ എന്ന് എഴുതും, ബൈ മീ. അപ്പോ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകത്തിന്റെ പാസീവ് വോയിസ് നമ്മൾ എഴുതുമ്പോൾ ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൂടി എഴുതണം. ആദ്യം ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൂടി എഴുതുക. അപ്പൊ അതെന്തായത്? അതിന്റെ പാസീവ് വോയിസ് ആയി. ഓക്കെ, പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ സൈഡ് ഹെഡിങ് എഴുതുക, പാസീവ് വോയിസ് ഓഫ് PASSIVE, പാസീവ് വോയിസ്, VOICE, പാസീവ് വോയിസ് ഓഫ്
സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എങ്കിൽ ആ വാചകത്തിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതണം? പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. ഓക്കെ, എന്റെ അടിയിൽ എഴുതുക. ആദ്യം എന്ത് എഴുതണം? ഒബ്ജക്റ്റ്. OBJECT ഒബ്ജക്റ്റ്. OBJECT ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഒരു സ്ലാഷ് ആം ഒരു സ്ലാഷ് ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എന്നുള്ളതിന് വി എന്നിടാം. വി വെർബ് വി. ആ വി എന്ന് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ PP എന്നിടാം. PP എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ PP എന്നിടുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് PP എന്നിടാം. ഓക്കെ, അത്രയും വരെ മതി. അപ്പൊ നോക്കി, ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ, പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. സൂര്യ ഒന്നുകൂടി പറയാം. ശ്രദ്ധിച്ചോ? അതായത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ, സിമ്പിൾ പ്രസന്റ് നമുക്ക് എങ്ങനെ മനസ്സിലാവും? സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് എങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് മനസ്സിലായി. അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ തന്നിരിക്കുന്ന വാചകത്തിലെ ഓബ്ജക്റ്റ് ആദ്യം എഴുതണം. ഒബ്ജക്റ്റ് പ്ലസ്. ഇനി ഈ ഓബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറയാം. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആയിരിക്കും ഒബ്ജക്റ്റ്. ഓക്കെ, ആദ്യം ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇത് മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വെരി ഗുഡ് ആശ. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. എക്സ്ക്യൂസ് മീ സർ, ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ ഈസ് ആം ആർ അത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും? ഏതും വരും അവിടെ? ഈസ് ഓർ ആർ അല്ലെങ്കിൽ ആർ, അത് നമുക്ക് അടുത്ത എക്സസൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു കേട്ടോ. ഓക്കെ, മൂന്നും കൂടി അല്ല, ഏതെങ്കിലും ഒരെണ്ണം വരുള്ളൂ. നമുക്ക് റെഡി ആക്കും. ഇതിന്റെ പുറകിൽ വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അത് നമ്മുടെ ആ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു. ഇല്ല പ്രസന്റ് കണ്ടിന്യൂസ് അത് വരുള്ളൂ. ഓക്കെ, അത് ഞാൻ പറയാം കേട്ടത്. അപ്പൊ അവിടെ വേണമെങ്കിൽ സൈഡിൽ ഇനി പറയുന്ന കഴിഞ്ഞു. ഇത് ഡൗട്ടില്ലല്ലോ? നേരത്തെ ചോദിച്ചത് സോണിയ ഓക്കെ ആയില്ലേ? ഓക്കെ സൂര്യ. ഓക്കെ, ഇനി ഇതിനകത്ത് ചില വാക്കുകൾ അങ്ങാട് ഇങ്ങോട്ട് മാറി വീഴും സബ്ജക്റ്റ്. അപ്പൊ അതൊന്നും കൂടി ഒന്ന് അതിന്റെ അടിയിലൊന്ന് എഴുതി വെച്ചോ. ഐ എന്നിട്ടിട്ട് ഒരു ഹൈഫൻ ഉണ്ട്. ഐ എന്നുണ്ടെങ്കിൽ അതിനെ ME മീ എന്ന് മാറ്റിയതാണ്. മീ ആണെങ്കിൽ ഐ എന്ന് മാറും, ഐ ആണെങ്കിൽ മീ എന്ന് മാറും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഐ ഒരു ഹൈഫൺ ഇട്ടിട്ട് മീ. ഓക്കെ, ഇനി ഐയുടെ അടിയിൽ വി എന്നിടാം. WE ഒരു ഹൈഫൺ ഇട്ടിട്ട് US അസ് എന്നിടാം. US അസ്. വി എന്നാണെങ്കിൽ അത് അസ് എന്ന് മാറ്റണം. എന്റെ അടിയിൽ THEY ദേ എന്നിടാം. THEY വീയുടെ അടിയിൽ THEY ദേ എന്നിടാം. ദേ എന്നാണെങ്കിൽ അതിന് ഒരു ഹൈഫൺ ഇട്ടിട്ട് ദം എന്നെഴുതാം. THEM ദം. ഓക്കെ, ഇനി പറഞ്ഞോട് എഴുതുക. SHE ഷീ എന്നാണെങ്കിൽ SHE ഷീ എന്നാണെങ്കിൽ
വി പറയാം. വി എല്ലാവരും ഒന്നുകൂടി പറയാം. വി ഇത് എഴുതിക്കോട്ടെ. ഷീ എന്നാണെങ്കിൽ അതിനെ ഹെർ എന്ന് മാറ്റണം. HER ഹെർ. HER ഹെർ എന്ന് മാറ്റണം. അതിന്റെ ഷീയുടെ അടിയിൽ അടുത്ത വാക്കത് ഹി. HE ഹി. ഹി എന്താണെങ്കിൽ ഹിം എന്ന് മാറ്റണം. HIM ഹിം. ഓക്കെ, ഹിം. ഓക്കെ 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 ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയാം കേട്ടോ, ഒന്നുകൂടി പറയാം. നോക്കിയോ, ഐ എന്നാണെങ്കിൽ പാസീവ് വോയിസിലോട്ട് വരുമ്പോൾ മീ എന്ന് മാറ്റും. ME മീ മാറ്റുക. ഐ ഒരു ഹൈഫൻ ME മീ. വി എന്നാണെങ്കിൽ അസ്. ദീപ്തി എഴുതിയ പോലെ വി അസ് എന്ന് മാറ്റുക. വി എന്നുള്ളത് അസ് എന്ന് മാറ്റുക. US അസ്. ദേ എന്നുള്ളത് ദം എന്ന് മാറ്റുക. THEM ദം എന്ന് മാറ്റുക. ഷീ എന്നുള്ളത് ഹെർ. HER ഹെർ എന്ന് മാറ്റുക. HER ഹെർ എന്നുള്ളത് മാറ്റുക. ഇനി ഹി എന്നുള്ളത് ഹിം എന്ന് മാറ്റുക. HIM ഹിം എന്ന് മാറ്റുക. യു നമുക്ക് കുഴപ്പമില്ല, യു തന്നെ എഴുതിയാൽ മതി. അതുകൊണ്ട് ഞാൻ പറയാതിരുന്നത് ഈ ഒരു മാറ്റം പാസീവ് വോയിസ് എഴുതുമ്പോൾ വരും. ഇത്രയും വാക്കുകൾ ഇങ്ങോട്ട് മാറ്റി എഴുതിക്കോളാം, അങ്ങോട്ടും കൂടെ മാറ്റി എഴുതണം. ഇത് കൂടെ ഓർത്തിരിക്കുക. ഐ മീ ആവുന്നു, വി അസ് ആവുന്നു, ദേ ദം ആവുന്നു, ഷീ ഹെയർ ആവുന്നു, ഹി ഹിം ആവുന്നു. ഓക്കെ. ഇനി നേരത്തെ ഒരാൾ ചോദിച്ചില്ലേ, ഷിഫ് ചോദിച്ചില്ലേ, മറ്റേ ഈസും ആമും മാറും എവിടേക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചില്ലേ. അത് പറയാം. ഈസ് എന്ന് എഴുതുക. ഈസ് എന്ന് എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് വരട്ടെ. ഈസ് എന്ന് എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് വരട്ടെ. and HE ഹി സബ്ജക്റ്റ് ആകുമ്പോൾ ഈസ് വരും. ഹി HE ഹി, കോമ SHE ഷീ സബ്ജക്റ്റ് ആകുമ്പോൾ ഈസ് വരും. ഷീ, കോമ IT ഇറ്റ് സബ്ജക്റ്റ് ആകുമ്പോൾ ഈസ് വരും. ഇറ്റ് ഈസ്. അപ്പോ ഇറ്റ് എഴുതുക. IT ഇറ്റ്, കോമ അടുത്തത് സിംഗുലർ. SINGULAR സിംഗുലർ. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം, ഒരാളുണ്ടെങ്കിൽ ബോയ് ഗേൾ അങ്ങനെയൊക്കെ ഒരാളുണ്ടെങ്കിൽ ഈസ് വരും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഈസ് വരുന്നത് എവിടേക്കാണ്? ഈസ് വരുന്നത് ഹി സബ്ജക്റ്റ് ആകുമ്പോൾ ഈസ് വരും, ഷീ സബ്ജക്റ്റ് ആകുമ്പോൾ ഈസ് വരും, ഇറ്റ് സബ്ജക്റ്റ് ആകുമ്പോൾ ഈസ് വരും, പിന്നെ സിംഗുലർ ഒരെണ്ണം ഉണ്ടെങ്കിൽ. അടുത്തത് ഈസിന്റെ അടിയിൽ ആറുന്നത് ARE ആർ. ആർ എവിടേക്കാണ് വരുന്നത്? അത് പറയാം. YOU യു, യു ആർ. യു ആർ എന്നാ പറയുള്ളൂ. യു ആർ, കോമ THEY ദേ ആർ. THEY ദേ, കോമ WE വി, കോമ WE വി, കോമ പ്ലൂരൽ PLURAL ബഹുവചനം. അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ബോയ്സ്, ഗേൾസ്, പ്ലേയേഴ്സ് എന്ന ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആറ് വരും. ഒരെണ്ണം ഉണ്ടെങ്കിൽ ഈസ വരുള്ളൂ. അതാണ് സിംഗുലറും പ്ലൂരലും എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ കൂടി പറയാം. ആർ എവിടേക്ക് വരുന്നു? ദേയുടെ കൂടെ വരുന്നു, വിയുടെ കൂടെ വരുന്നു, യുവിന്റെ കൂടെ വരുന്നു, പിന്നെ പ്ലൂരലിന്റെ കൂടെ വരുന്നു. ഈ പറഞ്ഞ കൂടി പറഞ്ഞില്ലേ? ആം വരുന്നത് ഐയുടെ കൂടെ മാത്രമാണ്. ഐ സബ്ജക്റ്റ് ആകുമ്പോഴാണ് ആം വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ ഓക്കെ. ഇനി ഞാനൊരു സിമ്പിളായ വാചകം പറയാം. സിമ്പിളായ വാചകം. അതിനെ നിങ്ങളൊന്ന് പാസീവ് വോയിസിലോട്ട് ഒന്ന് മാറ്റി. വെരി സിമ്പിൾ ആയിട്ടുള്ള വാചകം. ഓക്കെ. I SEE see, I see him. I see him. ഞാൻ അവനെ കാണാറുണ്ട്. I see him. I see him. അപ്പൊ നമുക്ക് എന്ത് വേണം?
ഇതിന്റെ പാസീവ് വോയിസ് എഴുതണം. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് സുനി, അതിനകത്ത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വന്നില്ലല്ലോ. നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഈ വാചകത്തിന്റെ ഓക്കെ ഷൈമ, അതിൻ്റെ അകത്ത് ബബിത ആം ആദ്യമായി പോയല്ല. പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നിട്ടില്ല. അങ്കീത്, ഫരീദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചില്ലല്ലോ, ധൃതി കൂടിപ്പോയി കേട്ടാ. ഫാഹിം ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചാൽ ചെറിയ മിസ്റ്റേക്ക് പറ്റി. ആതിര പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നില്ല. ആഷ് ഓക്കെ. സൂര്യ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എവിടെ? സൂര്യ ഓക്കെ. ജാൻസിയ ഓക്കെ. ഇപ്പൊ ഓക്കെ. ഓക്കെ 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 ഓക്കെ. ശ്രീദേവി പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നിട്ടില്ല. വാൽബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, ഞാനത് പറയട്ടെ. നോക്കി, ഐ സീ ഹിം. ഓക്കെ 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 ഓക്കെ. മീന്ന് എഴുതുമ്പോൾ തൊട്ട് മുന്നിൽ ബൈ കൂടി ചേർക്കാം. പേഴ്സൺ. ഓക്കെ, ഇവിടെ നോക്കി, ഐ സീ ഹിം, ഞാൻ അവനെ കാണാറുണ്ട്. ഞാൻ പറയട്ടോ, ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നത്. ആരെ കാണാറുണ്ട്? അവന്. ആരെ അല്ലെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആണ് ഒബ്ജക്റ്റ്. അപ്പൊ ഹിം നമുക്ക് ഒരു ഒബ്ജക്റ്റ് കിട്ടി. അപ്പൊ ഹിം എന്നുള്ളത് നമുക്ക് വെച്ചാൽ ഹിം എന്നുള്ളത് എന്തായാലും മാറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹീ ആയിട്ട് മാറ്റണം. അപ്പൊ ഹിം എന്നുള്ളത് നമ്മൾ പാസീവ് എഴുതിയപ്പോൾ ഹീ ആയിട്ട് മാറ്റി, ഹിം. ഇനി ഹീയുടെ കൂടെ ഈസ് വരുമോ? അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി. ഇനി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വേണം. ഹീയുടെ കൂടെ ഏത് വരും? ഈസ് വരുമോ, ആം വരുമോ, ആറ് വരുമോ? ഈസ് വരും. അപ്പൊ ഹി ഈസ്. ഓക്കെ, വെരി ഗുഡ് സൂര്യ. സോണിയ, ഹി ഈസ്. ഇനി വേണ്ടത് എന്താണ്? വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നോക്കി, അവിടെ വെർബ് സി ആണ്, പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? SAW, സോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? SEEN, സീൻ. അപ്പൊ എന്തായി? ഹി ഈസ് സീൻ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് പൂരിപ്പിക്കാം ബൈ മീ. ഹി ഈസ് സീൻ ബൈ മീ. അതിലെ ഒരു ബൈ കൂടി ചേർക്കാം. മീയുടെ തൊട്ട് മുന്നില് ഏജന്റിന്റെ മുന്നിൽ ഒരു ബൈ കൂടി ചേർക്കാം, സീൻ മീ. അപ്പൊ ഇതിപ്പോ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാചകം പറഞ്ഞത് നിങ്ങൾക്ക് ആദ്യം ഇതൊന്ന് ഹൃദയസ്ഥമാകാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പീഡിൽ പറഞ്ഞു പോകാം. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കുക, വെർബ് ചേർക്കുക, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. He is seen by me. Oh, very good, very good, very good. Okay, 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 okay. ഇനി സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഷീ ഹെർ ആയിട്ട് മാറുമെന്ന് പറയുന്നു. അപ്പൊ ഹെർ ആണെങ്കിൽ ഹെർ ഷീ ആയിട്ടും മാറുമോ? അത് ഹെയർ എന്നുള്ളത് ഓബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഷീൻ മാറ്റണം. അങ്ങനെ തന്നെ പറയാം. ഐ ലവ്, LOVE, love her son. അത് കിട്ടാം. അത് നിങ്ങൾ എഴുതുമ്പോ ഇതൊന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കേസിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. ഐ ലവ് ഹെർ സൺ. ഓക്കെ ഓക്കെ, നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരോട് നോക്കട്ടെ. ഒരു സ്വല്പം ബുദ്ധിൻ്റെ അകത്തൊന്നും പ്രയോഗിക്കണേ. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു സ്വല്പം ബുദ്ധി പ്രയോഗിക്കണം. നോക്ക്, ഐ ലവ്, ഞാൻ സ്നേഹിക്കുന്നു അവളുടെ മകനെ. അപ്പോ ഓബ്ജക്റ്റ് ഏതാണ്? അവളുടെ മകൻ. അത്രയും വരെ ഓബ്ജക്റ്റ് ആണ്.
ഹെയർ മാത്രമല്ല, ആരെ സ്നേഹിക്കുന്നു? അവളെ അല്ല, അവളുടെ മകനെ. ആ ദീപ്തി, അതിൻ്റെ അകത്ത് ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആരവിടെ? ദേഷ്മ, അതിൻ്റെ അകത്ത് ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആരവിടെ? സ്പീഡ് കൂടുമ്പോ നിയമം മറന്നുകൂടെ. ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആറ്? യെസ്. ആ ശരി. ഫരീദ, സണ്ണല്ല. അപ്പൊ അതിൻ്റെ ഹെയർ എന്നുള്ള വാക്ക് വിട്ടുപോയി. ഒരു വാക്ക് ബാലൻസ് വരും. അവളുടെ മകന്. ഓബ്ജക്റ്റ് ആരെ സ്നേഹിക്കുന്നു? മകനെ അല്ല, അവളുടെ മകനെ. ഓക്കെ ഓക്കെ ഓക്കെ. സൂര്യ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒബ്ജക്റ്റ് കറക്റ്റ് നോക്കി കണ്ടുപിടിച്ചേ. ആ ഫാഹിം ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആറ് പോയി. ബബിത, ഈസാമാർ കാണാനില്ലല്ലോ. റീന ഓക്കെ. ജാൻസി ഓക്കെ. ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ പറയാം, അതിന്റെ ആൻസർ പറയാം. ഐ ലവ് ഹെയർ സൺ. അപ്പോ ഹെയർ സൺ എന്നുള്ളത് ഓബ്ജക്റ്റ് ആണ്. അപ്പൊ ഹെയർ സൺ ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആറ്. ഈസ് ലവ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലവ്ഡ് ബൈ മീ. ഹെയർ സൺ ഈസ് ലവ്ഡ് ബൈ മീ. അപ്പൊ മറക്കട്ടെ, സമയമായി. അടുത്ത ആൾ ഒന്ന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ അടുത്ത പ്രാവശ്യം വരെ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റോ സിമ്പിൾ പാസ്റ്റോ സിമ്പിൾ ഫ്യൂച്ചറിലോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതും ചോദിക്കുക. അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ ബുക്ക് അല്ല സിനിമ റിവ്യൂ ചെയ്യാൻ മറക്കരുത്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ടൈം. ഓക്കെ, ബൈ ബൈ. ഓക്കെ ഓക്കെ ഓക്കെ.